സയൻസ് ഫിക്ഷൻ സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ശത്രു സൈന്യത്തെ സംഹരിക്കാൻ ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകൾ ഹാക്ക് ചെയ്ത് പൊട്ടിത്തെറി സൃഷ്ടിച്ച് കൂട്ടക്കൊല നടത്തുന്ന ദൃശ്യങ്ങൾ. പക്ഷേ യഥാർത്ഥത്തിൽ ഇങ്ങനെയൊരു ഇലക്ട്രോണിക് ആക്രമണം ഹിസ്ബുല്ല ഭീകരവാദികൾ പ്രതീക്ഷിച്ചിരിക്കില്ല. ഇറാന്റെ പിന്തുണയുള്ള ലബനീസ് സായുധ സംഘമായ ഹിസ്ബുല്ല ഉപയോഗിക്കുന്ന ആയിരക്കണക്കിന് പേജർ യന്ത്രങ്ങളാണ് ഒരേ സമയം പൊട്ടിത്തെറിച്ചത്. ലബനനിൽ ഉടനീളമുണ്ടായ പേജർ സ്ഫോടനങ്ങളിൽ 8 പേർ കൊല്ലപ്പെടുകയും 2800-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്നാണ് റിപ്പോർട്ടുകൾ. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നും പറയുന്നു. ആസൂത്രിത ഇലക്ട്രോണിക്സ് ആക്രമണത്തിന് പിന്നിൽ ഇസ്രായേലാണെന്ന് ഹിസ്ബുല്ല ആരോപിക്കുന്നു. ഇസ്രായേലും ഹിസ്ബുല്ലയുമായുള്ള ഭിന്നത രൂക്ഷമായിരിക്കെയാണ് ലബനനിനെ നടുക്കിയ പേജർ സ്ഫോടനങ്ങൾ നടന്നത്. മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ചാൽ ശത്രുവിന് ലൊക്കേഷൻ കണ്ടെത്തി ആക്രമിക്കാൻ എളുപ്പമാകുമെന്നതിനാലാണ് ഹിസ്ബുല്ല സംഘങ്ങൾ ആശയവിനിമയത്തിന് ഇപ്പോഴും പഴയകാല പേജർ യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നത്. ഇത്തരത്തിലുള്ള ആയിരക്കണക്കിന് പേജർ യന്ത്രങ്ങളാണ് ഇന്നലെ വൈകിട്ട് ഒരേ സമയത്ത് ലബനനിലുടനീളം പൊട്ടിത്തെറിച്ചത്. മരിച്ചവരിലും പരിക്കേറ്റവരിലും ഉന്നതരായ ഹിസ്ബുല്ല നേതാക്കളും ഉണ്ടെന്നാണ് സൂചന. ലബനനിലെ പല ആശുപത്രികളും പരിക്കേറ്റവരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ലബനനിലെ ഇറാൻ അംബാസിഡർക്കും പേജർ സ്ഫോടനത്തിൽ പരിക്കേറ്റതായി റിപ്പോർട്ടുണ്ട്. മരണസംഖ്യ ഉയർന്നേക്കാമെന്നാണ് കരുതുന്നത്. ഇസ്രായേൽ നടത്തിയ ആസൂത്രിത ഇലക്ട്രോണിക് ആക്രമണമാണ് ഇതെന്നും തിരിച്ചടിക്കുമെന്നും ഹിസ്ബുല്ല പ്രതികരിച്ചു. ഹിസ്ബുല്ലയുടെ ഈ ആരോപണം ശരിയാണെങ്കിൽ ലോകത്തെ തന്നെ അസാധാരണമായ ഒരാക്രമണ രീതിയാണ് ഇസ്രായേൽ നടപ്പിലാക്കിയത് എന്ന് സമ്മതിക്കേണ്ടി വരും. പുതിയ സംഭവത്തോടെ പശ്ചിമേഷ്യ തുറന്ന യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന ആശങ്ക കനക്കുകയാണ്. ഇറാൻ ആരോഗ്യമന്ത്രി ഫിറാസ് അബിയാദാണ് മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും എണ്ണം ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പുറത്തുവിട്ടത്. തൽക്കാലത്തേക്ക് ആരോഗ്യ പ്രവർത്തകർ പേജറുകൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കാനും നിർദ്ദേശമുണ്ട്. എന്നാൽ സംഭവത്തിൽ ഇസ്രായേൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. 1 വർഷത്തോളമായി ഇസ്രായേലുമായി സംഘർഷാവസ്ഥ തുടരുന്ന സാഹചര്യത്തിൽ ഏറ്റവും വലിയ സുരക്ഷാ വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഹിസ്ബുല്ലയുടെ വിലയിരുത്തൽ. ആദ്യ സ്ഫോടനത്തിന് അരമണിക്കൂറുകൾക്ക് ശേഷം വീണ്ടും സ്ഫോടനമുണ്ടായതായി പ്രദേശവാസികൾ പറയുന്നു. ആരോഗ്യ പ്രവർത്തകരും ഹിസ്ബുല്ല അംഗങ്ങളും ലബനനിലെ ഇറാൻ സ്ഥാനപതിയും ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പേജറുകൾ പൊട്ടിത്തെറിക്കുന്നതിന്റെ ചിലയിടങ്ങളിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഹിസ്ബുല്ലയുടെ റേഡിയോ കമ്മ്യൂണിക്കേഷൻ ശൃംഖലയിലേക്ക് കടന്നുകയറിയാണ് ഇസ്രായേൽ സ്ഫോടനം സാധ്യമാക്കിയത് എന്ന് ലബനീസ് സുരക്ഷാ ഏജൻസി വൃത്തങ്ങൾ പറഞ്ഞു. പേജറുകൾ പൊട്ടിത്തെറിച്ചത് ഇസ്രായേലുമായുള്ള സംഘർഷം ആരംഭിച്ച് 1 കൊല്ലത്തിനിടെയുണ്ടായ ഏറ്റവും വലിയ സുരക്ഷാ വീഴ്ചയാണെന്ന് മുതിർന്ന ഹിസ്ബുല്ല അംഗം പ്രതികരിച്ചു. ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിന് സമാന്തരമായി ലബനനിലെ ഹിസ്ബുല്ലയും ഇസ്രായേലും തമ്മിലും പോരാട്ടം നടക്കുന്നുണ്ട്. പൊട്ടിത്തെറിയെ കുറിച്ച് അന്വേഷണം ആരംഭിച്ചുവെന്ന് ഹിസ്ബുല്ലയുടെ ഉന്നത വൃത്തങ്ങൾ അറിയിച്ചു. പരിക്കേറ്റവരിൽ ഒരാൾ ലബനീസ് പാർലമെന്റിലെ ഹിസ്ബുല്ല അംഗത്തിന്റെ മകനുമാണ്. ലബനനിലെ ഇറാൻ അംബാസിഡറായ മൊജ്തബ അമാനിക്ക് നിസ്സാര പരിക്കേറ്റുവെന്നും ഇറാനിയൻ വാർത്താ ഏജൻസിയായ ഫാഴ്സ് റിപ്പോർട്ട് ചെയ്തു. അദ്ദേഹം ആശുപത്രിയിൽ നിരീക്ഷണത്തിലാണ്. അടുത്തിടെ വാങ്ങിയ ഏറ്റവും പുതിയ മോഡൽ പേജറുകളും പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. പരിക്കേറ്റവരെ ബൈക്കുകളിലും ആംബുലൻസുകളിലുമായാണ് പൊട്ടിത്തെറികൾക്ക് ശേഷം ആശുപത്രികളിലേക്ക് എത്തിച്ചത്. രക്തത്തിൽ കുളിച്ച കൈകളുമായി അലറിക്കരയുന്നവരെയാണ് ആശുപത്രിയിൽ താൻ കണ്ടതെന്ന് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സിന്റെ ലേഖകൻ പറയുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് കലാകൗമുദി.